ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖ്ഹ് 280-ാമത്തെ ക്ലാസ്. അനന്തരാവകാശ നിയമങ്ങൾ. ജദ് അഥവാ വെല്ലിപ്പ, അവരുടെ വ്യത്യസ്ത അവസ്ഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടെണ്ണം നമ്മൾ ഇപ്പോൾ പറഞ്ഞു. മൂന്നാമത്തെ അവസ്ഥ ലഹുൽ അക്സറു മിനൽ മുഖാസമത്തി വ സുലുസി മഅൽ ഇഖ്വത്തി വൽ അഖവാത്തി. മയ്യത്തിൻ്റെ സഹോദരന്മാർ സഹോദരിമാർ എന്ന വിഭാഗം ഉണ്ട്. ബിലാ ദീ ഫർളിൻ, ഓഹരി ഉള്ള ആളുകൾ ആരും, നിശ്ചിത ഓഹരി ഉള്ളവർ ആരും വേറെ ഇല്ല. ഒബിനിൻ, മയ്യത്തിൻ്റെ മകനുമില്ല. ഒബിനി ബിനിൻ, മകൻ്റെ മകനും ഇല്ല. അപ്പോൾ ഉള്ളതാരാ? ജദ്ദുണ്ട്, വെല്ലിപ്പുണ്ട്. വെല്ലിപ്പാടെ കൂടെ ഉള്ളത് സഹോദരന്മാർ സഹോദരിമാർ എന്നുള്ള അവരുണ്ട്. വേറെ നിശ്ചിത ഓഹരിക്കാരായിട്ട് വേറെ ആളുകളില്ല. മകനുമില്ല, മകൻ്റെ മകനും ഇല്ല. ഇവിടെ മുക്കാസമത്ത് സുലുസ്, ഇതിൽ വെല്ലിപ്പാക്ക് മെച്ചമേതാണോ അതാണ് എടുക്കേണ്ടത്. മുക്കാസമത്ത് എന്ന് പറഞ്ഞാൽ ഈ സഹോദര സഹോദരിമാരോട് ഒരുമിച്ച് വീതമെടുക്കുക എന്ന്. അപ്പോൾ സഹോദരന്മാരെ പോലെ സഹോദര സഹോദരിമാർ അങ്ങനെ ഒരുമിച്ചുണ്ടെങ്കിൽ അവിടെ സഹോദരി, അതായത് പെണ്ണിനെ ഒരാളായിട്ടും ആണിനെ രണ്ടാളായിട്ടും കണക്കാക്കി ഓഹരി കൊടുക്കലാണ്. ആണിന് ഇരട്ടി, പെണ്ണിന് പകുതി. അതിൽ ആ സഹോദരൻ്റെ അതേ സ്ഥാനത്ത് ജദ്ദിനെയും കൂടി കൂട്ടുക. ആ രീതിയിൽ ഓഹരി എടുക്കലാണോ? ഫയുക്കാസിമുൽ ഇഖ്വത്താവൽ അഖവാത്തി, സഹോദര സഹോദരിമാരോട് ഒത്ത് ആൾ വീതമെടുക്കും. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈനി, രണ്ട് പെണ്ണിൻ്റെ വീതം ഒരാണിന് കിട്ടുന്നു എന്ന രീതിയിൽ വീതമെടുക്കും. അതെപ്പോഴാണ്? മാലം യങ്കുസ് ഹല്ലുഹു അനിസുലുസി, അവൻ്റെ വിഹിതം 3/1 കുറയുന്നില്ലെങ്കിൽ. മൊത്തത്തിലുള്ള മുതലിൻ്റെ 3/1 ഇവൻ്റെ വീതം കുറയുന്നുണ്ടോ? കുറയുന്നില്ല എങ്കിൽ, അതായത് 3/1 കൂടുതൽ ഈ രീതിയിൽ എടുക്കലാണ് എങ്കിൽ അങ്ങനെ എടുക്കണം. ഫൈൻ നക്കസ യുഫറദു ലഹു സുലുസു, ഇങ്ങനെ മുക്കാസമത്ത് അവരോട് ഒത്ത് വീതമെടുക്കുമ്പോൾ അവിടെ 1/3 എടുക്കുന്നതിനേക്കാൾ ഇയാൾക്ക് നഷ്ടമാണ്, കുറവാണ് എങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ടത് 1/1. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1/3, അതേപോലെ മുക്കാസമത്ത്. മുക്കാസമത്ത് എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ഒരു സഹോദരനെ പോലെ കണക്കാക്കിക്കൊണ്ട് ആണിന് ഇരട്ടി പെണ്ണിന് പകുതി എന്ന നിലയിൽ ഓഹരി എടുക്കൽ. അതും 1/3 നോക്കുമ്പോൾ ഏതാണ് മെച്ചം, ആ മെച്ചമുള്ളതാണ് അയാൾ എടുക്കുക. വെല്ലിപ്പ, ജദ്. അവിടെ മുക്കാസമത്ത് മെച്ചമാകുന്ന ഒരു രൂപമാണ്, ഒരു ഉദാഹരണമാണ് ജദ്ദും ഉഖ്തും വരുന്ന രൂപം. ജദ് എന്ന് പറഞ്ഞാൽ വെല്ലിപ്പുണ്ട്, മയ്യത്തിൻ്റെ ഒരു പെങ്ങളുമുണ്ട്. അവിടെ മയ്യത്തിൻ്റെ വെല്ലിപ്പ എന്നയാളെ 2 കൂട്ടും, കണക്കാക്കും, പെണ്ണിനെ 1 അപ്പോൾ ആകെ മുതൽ 3 വീതിക്കുന്നു. എന്നിട്ട് 3/2 വെല്ലിപ്പാക്ക്, 1 പെണ്ണിന്. അപ്പോൾ 1/1 എടുക്കുന്നതിനേക്കാൾ മെച്ചമാണ്. മറ്റൊരു ഉദാഹരണമാണ് ജദ്ദും അഹും, അഥവാ വെല്ലിപ്പായും ഉണ്ട്, ഒരു സഹോദരനുമുണ്ട്. അപ്പം 1/1 എടുക്കുന്നതിനേക്കാൾ മെച്ചം ഇവിടെയാണ്. കാരണം വെല്ലിപ്പായും സഹോദരനും തുല്യ രീതിയിൽ വരുന്നു, തുല്യമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ രണ്ടാൾക്കും പകുതി പകുതി, അപ്പോഴും 1/1 മെച്ചമാണ്. മറ്റൊരു ഉദാഹരണമാണ് വെല്ലിപ്പ സഹോദരൻ സഹോദരി. അപ്പോൾ അവിടെ വെല്ലിപ്പ സഹോദരൻ ഈ 2 ആളുകളെ 2 കണക്കാക്കും, സഹോദരി എന്നയാളെ 1 കണക്കാക്കും. അപ്പോൾ 2 2 4 1 5.
5 വിഹിതിക്കും. 5-ൽ 2 ഭാഗം വെല്ലിപ്പാക്ക് കിട്ടും. 5-ൽ 1 ഭാഗം പെണ്ണിന് കിട്ടും. 5-ൽ 2 ഭാഗം വെല്ലിപ്പാക്ക്, 5-ൽ 2 ഭാഗം തന്നെ സഹോദരന്, 1 ഭാഗം പെണ്ണിനും. 5-ൽ 2 എന്ന് പറയുന്നതും 3-ൽ 1 എന്ന് പറയണതും 3-ൽ 1 ഈ 5-ൽ 2 മെച്ചമെന്ന് ചോദിച്ചാൽ 5-ൽ 2 മെച്ചം. ഇപ്പോൾ 15 എന്ന് പറഞ്ഞ സംഖ്യ എടുത്താൽ അതിൻ്റെ 3-ൽ 1 എന്ന് പറയണത് 5. 15-ൻ്റെ 5-ൽ 2 എന്ന് പറയണത് എന്ന് പറഞ്ഞാൽ 15-നെ 5 ഓഹരിച്ചാൽ 3 ഉത്തരം. ആ 3 2 വട്ടം 5-ൽ 2 അപ്പോൾ അത് 6. അപ്പോൾ 5-ൽ 2 എന്ന് പറയണത് 15-ൻ്റെ 5-ൽ 2 6. 3-ൽ 1 5. അപ്പോൾ മെച്ചമേതാ? 5-ൽ 2 മെച്ചം. അപ്പോൾ ഇവിടെയൊക്കെ മുക്കാസമത്ത് അഥവാ സഹോദര സഹോദരിമാരോട് ഒപ്പം നിന്ന് വീതമെടുക്കൽ എന്നതാണ് 3-ൽ 1 മെച്ചമുള്ള രൂപം. ഇനി 3-ൽ 1 മെച്ചമുള്ള രൂപമുണ്ട്. 3-ൽ 1 മെച്ചമുള്ള രൂപം, അതിൻ്റെ ഉദാഹരണമാണ് വെല്ലിപ്പായുമുണ്ട് 5 സഹോദരിമാരുമുണ്ട്. വെല്ലിപ്പായുമുണ്ട് 5 സഹോദരിമാരും. അവിടെ ഈ പെണ്ണുങ്ങളോടൊത്ത് മുക്കാസമത്ത് എന്ന രീതിയിൽ നിന്നാൽ വെല്ലിപ്പയെ 2 ആളായി കൂട്ടുന്നു, പെണ്ണുങ്ങളെ ഓരോരുത്തരായിട്ട് കൂട്ടുന്നു. അപ്പം 5-ഉം 2-ഉം 7 മുതൽ 7 ഓഹരി വെച്ചിട്ട് 7-ൽ 2 വെല്ലിപ്പാക്ക്. 7-ൽ 2 അതല്ല മൊത്തം മുതലിനെ 3 വീതിച്ചിട്ട് 3-ൽ 1 വെല്ലിപ്പാക്ക്. അപ്പം 3-ൽ 1 7-ൽ 2 നല്ലത് എന്ന് ചോദിച്ചാൽ 3-ൽ 1 നല്ലത്. ഇപ്പം 21 എന്ന് പറഞ്ഞ സംഖ്യ എടുത്താൽ അതിൻ്റെ 3-ൽ 1 7. 21-ൻ്റെ 7-ൽ 2 എന്ന് പറയണത് 6. അപ്പം 7-ൽ 2 അല്ല 3-ൽ 1 മെച്ചം. അപ്പം അവിടെ 3-ൽ 1 വെല്ലിപ്പാക്ക് കൊടുക്കുക. അതാണ് നേരെ പറഞ്ഞത്. ഫൈൻ നക്കസ. ഈ മുക്കാസമത്തിലൂടെ നോക്കുമ്പോൾ 3-ൽ 1 താഴോട്ട് പോവുകയാണെങ്കിൽ യുഫ്റദുലഹു സുലുസു, അവിടെ 3-ൽ 1 ഓഹരി കൊടുക്കുകയാണ് ചെയ്യുക. ഇനി അടുത്ത മസ്അല, വേറൊരു ഹാല് വെല്ലിപ്പാടെ. ലഹു മഅൽ ഇഖ്വത്തി വൽ അഖവാത്തി വദീഫർലിൻ. ഇപ്പം നമ്മൾ തൊട്ട് മേലെ പറഞ്ഞത് സഹോദരന്മാർ സഹോദരിമാർ ആ വിഭാഗക്കാരുണ്ട്. ഓഹരിക്കാരെ ആരുമില്ല, മകനുമില്ല, മകൻ്റെ മകനും ഇല്ല എന്നാ പറഞ്ഞത്. ഇപ്പം ഇനി പറഞ്ഞിടത്തിൽ മഅൽ ഇഖ്വത്തി വൽ അഖവാത്തി സഹോദര സഹോദരിമാർ ഉണ്ട്, വദീഫർലിൻ ഓഹരിക്കാരും ഉണ്ട്. ഓഹരി ഉള്ളവർ ഉണ്ട്. ബിലബിനിൻ ഒബിനിബിനിൻ മകന് മകൻ്റെ മകൻ ഇല്ല. തൊട്ട് മേലെ പറഞ്ഞാൽ മകനില്ല, മകൻ്റെ മകനും ഇല്ല, ഓഹരിക്കാരും ഇല്ലെന്നാ പറഞ്ഞ. ഇനി ഇവിടെ ഓഹരിക്കാരും ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നാൽ അൽ അക്സറു അയാൾക്ക് കൂടുതൽ ഏതാണോ അതാണ് കിട്ടുക. മിൻ സലാസത്തി ഉമൂരിൻ 3 കാര്യങ്ങളെ നോക്കുക, അതിലേറ്റവും കൂടുതൽ ഇയാൾക്ക് മെച്ചമേതോ അത് കൊടുക്കും. ഏതാണ് 3 കാര്യങ്ങൾ? സുദുസു ജമീഇൽ മാലി ആകെ മുതലിൻ്റെ 6-ൽ 1 എടുക്കുക. സുലുസുൽ ബാക്കി ബഅദൽ ഫർളി ഓഹരിക്കാരുണ്ട് എന്ന് പറഞ്ഞല്ലോ, ആ ഓഹരിക്കാർക്ക് കൊടുത്തതിൻ്റെ ശേഷമുള്ള മുതലിൻ്റെ ബാക്കി വന്ന മുതലിൻ്റെ 3-ൽ 1 എടുക്കുക. പിന്നെ വൽ മുക്കാസമത്തു അവരോടൊപ്പം മുക്കാസമത്ത് എന്ന നിലയിൽ അവരോടൊപ്പം മുതൽ സഹോദരൻ സഹോദരിമാരും ഉണ്ട് എന്ന് പറഞ്ഞേക്കണം ഇവിടെ. അപ്പോൾ ഒരു സഹോദരൻ എന്ന രീതിയിൽ നിന്നുകൊണ്ട് അയാളെ സഹോദരനെ പോലെ നിന്നുകൊണ്ട് മുതലെടുക്കുക, അതാണ് മുക്കാസമത്ത് എന്ന് പറയുന്നത്. ഈ 3 കാര്യത്തിൽ
ഏതാണോ മെച്ചം അതാണ് ഇയാൾക്ക് ഉണ്ടാവുക. അപ്പോൾ 3 കാര്യങ്ങൾ മെച്ചമാകുന്നതിൻ്റെയും ഉദാഹരണങ്ങൾ പറയണം. ആദ്യം പറയണത് ഫസുദുസു ഖൈറുല്ലഹു, ഇയാൾക്ക് 1/6 ഹൈറാകും. അതിനൊരു ഉദാഹരണം ഫി ബിന്തൈനി വ അഹവൈനി വ ജദ്ദിൻ. നമ്മൾ പറഞ്ഞേക്കണത് എങ്ങനെയാണ്? ഓഹരിക്കാർ ഉണ്ട്, സഹോദര സഹോദരിമാർ ഉണ്ട്, വെല്ലിപ്പയും ഉണ്ട്, മകൻ മകൻ്റെ മകൻ അങ്ങനെയുള്ളവരില്ല. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണ് 2 പെൺമക്കൾ, അതാണ് ഓഹരിക്കാർ എന്ന് പറയണത്. പിന്നെ വാഹവൈനി 2 സഹോദരന്മാർ, പിന്നെ വെല്ലിപ്പ. അപ്പം അവിടെ 3 കാര്യങ്ങൾ നമ്മൾ നോക്കണം. 6-1 സുലുസുൽ ബാക്കി അതാണോ? സുലുസുൽ ബാക്കി എന്ന് പറഞ്ഞാൽ 2 പെൺമക്കൾക്ക് കൊടുത്ത് ബാക്കിയുള്ള മുതലിൻ്റെ 3/1 അതാണോ? അതല്ല മുക്കാസമത്ത്, ഏതാണോ മെച്ചം എന്ന്. ഈ ഉദാഹരണത്തിൽ സുദുസു മെച്ചാണെന്നാണ് നമ്മൾ പറയണത്. അതായത് 6-1 അയാൾക്ക് മെച്ചം. ഇവിടെ ഇപ്പോൾ നമ്മൾ 3 പരിശോധിച്ച് നോക്കണം. സുലുസുൽ ബാക്കി എന്നതാണോ ഒരു രൂപം. സുലുസുൽ ബാക്കി എന്ന് പറഞ്ഞാൽ പെൺമക്കൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയുള്ളതിൻ്റെ 3/1 എടുക്കുന്നു. പെൺമക്കളുടെ മുതൽ 3/2 ഓഹരി. 2 പെൺമക്കളാണ്, അവർക്ക് 3/2 ഓഹരി. ബാക്കിയുള്ള അപ്പം അവിടെ മുതലിനെ 3ആയി ഓഹരിച്ചു. 3/2 പെണ്ണുങ്ങൾക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 2 സഹോദരന്മാരുണ്ട്, വെല്ലിപ്പായുമുണ്ട്. അപ്പോൾ 2 സഹോദരന്മാർ, വെല്ലിപ്പ, ഇവർക്ക് ഈ 3 പേർക്കും കൂടി ഉള്ളത് 1. ആ 1ൻ്റെ 3/1 വെല്ലിപ്പാക്ക്. അപ്പം അവിടെ നമ്മൾ 1 എന്ന സംഖ്യ 3 ആൾക്ക് വേണ്ടി വീതിക്കുമ്പോൾ പൊട്ടുന്നു. അപ്പോൾ ആളുകളുടെ എണ്ണം 3. ആ 3 എന്ന നമ്പറിനെ നമ്മൾ ആദ്യം കാണുന്ന അസ്ലു മസലയിലേക്ക് ഗുണിക്കണം. നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പം 3 ആയിരുന്നു അസ്ലു മസല, അതിൽ ഗുണിച്ചു. അപ്പോൾ 3 9. അപ്പോൾ 9ൽ നിന്ന് കൊടുത്താൽ പെൺമക്കൾക്ക് 6, കാരണം 2 പെൺമക്കൾക്ക് സുലുസാനി 3/2 6. 6 കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 3. ആ 3ൻ്റെ 3/1 എന്ന് പറയണത് 1 വെല്ലിപ്പാക്ക്. ബാക്കി 2 ഉണ്ട്, ആ 2 സഹോദരന്മാർക്ക്. അപ്പോൾ റെഡിയായി. അപ്പോൾ ഇതനുസരിച്ച് വെല്ലിപ്പാക്ക് കിട്ടുന്നത് സുലുസുൽ ബാക്കി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 9/1. ഇനി മുക്കാസമത്ത് എന്നുള്ള നിലക്ക് നോക്കുകയാണെങ്കിലും 9/1. കാരണം എന്താ? പെൺകുട്ടികൾക്ക് 3/2, ബാക്കിയുള്ള മുതലിനെ ഇവർ തുല്യമായി വീതിച്ചെടുക്കുന്നു എന്നാണ്. അപ്പം 3/2 2 കൊടുത്താൽ പിന്നെ 3ആയിട്ട് വീതിക്കുമ്പോൾ ബാക്കിയുള്ളത് 1. ആ 1 കൊടുക്കേണ്ടത് 3 പേർക്കാണ്. അപ്പോൾ അവിടെ പൊട്ടുന്നു. അപ്പോൾ അവരുടെ എണ്ണം 3. ആ 3നെ അസ്ലു മസല കൊണ്ട് ഗുണിക്കും. അപ്പോൾ 9. അപ്പോൾ 9ൽ പെൺകുട്ടികൾക്ക് 6, കാരണം 3/2. ബാക്കിയുള്ള മുതലിനെ കറക്റ്റ് തുല്യമായിട്ട്, അപ്പോൾ സഹോദരന്മാർ 2 പേര്, അവർക്ക് ഓരോന്ന്, വെല്ലിപ്പാക്കും 1. അപ്പോൾ 9/1 അവിടെ കിട്ടുന്നത്. ഇനി 6-1 എന്ന് പറഞ്ഞതിൽ പോയി നോക്കിയാൽ ഇതിൽ 3 വെച്ച് ഏതാണ് മെച്ചം എന്നാണ് നോക്കണം. 6-1 എന്നതിൽ നോക്കിയാൽ പെൺമക്കൾക്ക് 3/2, വെല്ലിപ്പാക്ക് 6-1, സഹോദരന്മാർ എന്ന് പറഞ്ഞ 2 ആളുണ്ട്, അവർക്ക് ബാക്കിയുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 6-3 2 ഛേദങ്ങൾ അവിടെ വന്നു. കാരണം 3/2 6-1 6-3 തദാഹുലാണ്. അപ്പോൾ വലിയ സംഖ്യ എടുത്തു 6. 6ൽ നിന്ന് കൊടുക്കുന്നു. 6ൻ്റെ 3/2 എന്ന് പറയണത് 4. പെൺമക്കൾക്ക് 4 കൊടുത്തു. ബാക്കിയുള്ളത് 2. അല്ല, മകന് മറ്റേ വെല്ലിപ്പാക്ക് സുദുസ് കൊടുത്തു. സുദുസ് എന്ന് പറഞ്ഞാൽ 6-1, അപ്പോൾ 1. അപ്പം 4 എന്ന് പറഞ്ഞത് പെൺമക്കൾക്ക് കൊടുത്തു, 1 എന്ന് പറഞ്ഞത് വെല്ലിപ്പാക്ക് കൊടുത്തു. അപ്പം 4-1 5ആയി. ഇനി ബാക്കിയുള്ളത് 1. ആ 1 2 സഹോദരന്മാർക്ക്. അപ്പോൾ 1 എന്നത് 2 സഹോദരന്മാർക്ക് കൊടുക്കുമ്പോൾ പൊട്ടും. അപ്പം 1ഉം 2ഉം തമ്മിലുള്ള ബന്ധം തബായുനാണ്. അപ്പോൾ അവിടെ അവരുടെ എണ്ണം
2. ആ 2നെ അസ്ൽ മസലയിൽ ഗുണിക്കണം. അസ്ൽ മസല 6 ആയിരുന്നു. അപ്പോൾ ഈ 6 12. 12ൽ നിന്ന് കൊടുത്താൽ 3ൽ 2 എന്ന് പറയണത് 8 പെൺമക്കൾക്ക്, 6ൽ 1 എന്ന് പറഞ്ഞാൽ വല്യപ്പാക്ക് 2, 8ഉം 2ഉം 10, ബാക്കിയുള്ള 2 ആ 2 സഹോദരന്മാർക്ക്. അപ്പോൾ പൊട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് 12ൽ 2 കിട്ടി. സുദുസ് 6ൽ 1 കൊടുക്കുമ്പോൾ 12ൽ 2 കിട്ടി. സുലുസുൽ ബാക്കി ആകുമ്പോൾ 9ൽ 1, മുക്കാസമത്ത് എന്നതിലും 9ൽ 1. അപ്പോൾ 9ൽ 1 12ൽ 2 മെച്ചം? 12ൽ 2 മെച്ചം. അതുകൊണ്ട് അവിടെ വല്യപ്പാക്ക് ഈ 3 കാര്യങ്ങളിൽ 6ൽ 1 എന്നതാണ് എടുക്കുന്നത്.